ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് എന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഫ്രീ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 15ാമത്തെ ദിവസത്തെ പ്രാക്ടീസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും 14 ദിവസത്തെ പ്രാക്ടീസും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്തു കഴിഞ്ഞെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ്: മാജിക്കൽ ഹീൽ യുവർ റിലേഷൻഷിപ്പ്. നമ്മുടെ വ്യക്തിബന്ധങ്ങളിലെ പ്രോബ്ലത്തെ എങ്ങനെ സുഖപ്പെടുത്താമെന്നാണ്. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സമൂഹത്തിലെ ഓരോ വ്യക്തികളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഏതൊരു കാര്യവും നടക്കണമെങ്കിൽ നമുക്കത് തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മറ്റുള്ളവരുടെ സഹായം കൂടി നമുക്ക് ആവശ്യമാണ്. നമ്മൾ സ്വാർത്ഥ ചിന്താഗതി വെച്ചു പുലർത്തുന്നത് കൊണ്ട് മറ്റുള്ളവർ നമ്മളെ സഹായിക്കുകയില്ല. അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും മറ്റുള്ളവരാണ് കാരണമെന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? എൻ്റെ ജീവിതം ഇവർ കാരണമാണ് ഇങ്ങനെയായത്, അല്ലെങ്കിൽ അവർ കാരണമാണ് ഇങ്ങനെയായത് എന്ന് നമ്മൾ നിരന്തരം കുറ്റപ്പെടുത്തിയാണെങ്കിൽ അപ്പോൾ നമ്മുടെ എനർജി ലെവല് ലോ ആകും. അപ്പോൾ നമുക്ക് ഈ ബന്ധങ്ങളെ സുഖപ്പെടുത്താനാവില്ല. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഏതൊരു ബന്ധവും സുഖപ്പെടുത്താവുന്നതാണ്. ഗൗതമ ബുദ്ധൻ ഇപ്രകാരം പറയുന്നു: നമ്മുടെ മനസ്സിൽ പക, വിദ്വേഷം മുതലായ വികാരങ്ങൾ സൂക്ഷിക്കുക എന്നാൽ നമ്മുടെ കൈക്കുള്ളിൽ ഒരു കനൽക്കട്ട സൂക്ഷിക്കുന്നത് പോലെയാണ്. അത് നമ്മളെയാണ് പൊള്ളിക്കുന്നത്, നമ്മളെയാണ് അത് ബാധിക്കുന്നത്, നമ്മളെയാണ് വെക്കുക. ഈ കനൽക്കട്ടയെ ഒരു സ്വർണ്ണക്കട്ടയായി മാറ്റേണ്ടതുണ്ട്. അതിനുള്ള പ്രാക്ടീസാണ് ഇന്നത്തേത്. നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ള, നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു കനലായി എരിയുന്ന ഓർമ്മകൾ തന്നിട്ടുള്ള വ്യക്തിയെ, അതായത് നമ്മൾ കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക. അവർ നമ്മുടെ മുന്നിലിരിക്കുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് നമ്മുടെ മാജിക് നോട്ട്ബുക്ക് എടുത്ത് ആ വ്യക്തിയുടെ 10 ഗുണങ്ങൾ എഴുതുക. അവർക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാകും. അത് ഇല്ലാത്തവരായി ആരും തന്നെയില്ല. നമ്മൾ ആ വ്യക്തിയുമായി കഴിഞ്ഞിരുന്ന നല്ല കാര്യങ്ങൾ, നല്ല ഓർമ്മകൾ എല്ലാം തന്നെ നമ്മുടെ മാജിക് നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് ആ വ്യക്തിക്ക് നന്ദി പറയുക. ആ വ്യക്തി നമ്മിലുണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ, നമ്മൾക്ക് തന്നിട്ടുള്ള വേദനകൾക്ക് എല്ലാം മാപ്പ് കൊടുക്കുക, ക്ഷമിക്കുക. ആ വ്യക്തിയുടെ അറിവില്ലായ്മയാണ് എന്ന് വിചാരിക്കുക. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കലായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ചെയ്യുക. നമ്മളെ കൊണ്ട് സാധിക്കും. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ കഴിയും. അപ്പോൾ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഡേ 1 തൊട്ടുള്ള പ്രാക്ടീസ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ വളരെ എളുപ്പത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.